എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 63ഉം 64ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ടിലും വസന്തമാലിക വൃത്തമാണുള്ളത്. വീണ്ടും ശരത്തിനെ തന്നെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. നദികളെ പറ്റിയിട്ടും നദികൾ സ്ത്രീകളെ പോലെ ആയിരുന്നു എന്നുള്ളതൊക്കെയാണ് പറയണത്. നമുക്ക് ആദ്യം 63ാമത്തെ ശ്ലോകം നോക്കാം. തരുണീ സദൃശാം തരംഗിണീനാം ജഘനാഭോഗസമേഷു സൈകതേഷു രശനാഗുണവിഭ്രമം വഹന്ത്യോ മധുരം സാരസപങ്ക്തയോ വിനേദു. ആദ്യം പദച്ഛേദം പറയാം. തരുണീ സദൃശാം തരംഗിണീനാം ജഘനാഭോഗസമേഷു സൈകതേഷു രശനാഗുണവിഭ്രമം വഹന്ത്യ മധുരം സാരസപങ്ക്തയ വിനേദു. അവിടെ വിസർഗമൊക്കെ ഓകാരമായിട്ട് തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിസർഗസന്ധി മാത്രമേ വരുന്നുള്ളൂ. അതല്ലാതെ വേറെ അവിടെ സന്ധി ഛേദമൊന്നും ചെയ്യാനില്ല. ഇവിടെ നദികളെ പറ്റിയിട്ട് പറയുകയാണ്. തരംഗിണി എന്ന് പറഞ്ഞാൽ തരംഗം അസ്യാഹ അസ്തി ഇതി തരംഗിണി എന്ന് പറഞ്ഞാൽ നദി എന്നാണ് അർത്ഥം. സ്ത്രീലിംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ നദികളെ തരുണികളുമായിട്ട് തുല്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്. അതാണ് തരുണീ സദൃശാം തരംഗിണീനാം. തരുണിമാർക്ക്, സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾക്ക് സദൃശമായിട്ടുള്ള തരംഗിണീനാം, തരംഗിണികളുടെ ജഘനാഭോഗസമേഷു സൈകതേഷു. ജഘനാഭോഗസമം എന്ന് പറഞ്ഞാൽ, ജഘനം എന്ന് പറഞ്ഞാൽ അരക്കെട്ടാണ്. അരക്കെട്ടിൻ്റെ പരിപൂർണത, അതാണ് ജഘനാഭോഗം. പരിപൂർണമായ നല്ല സുന്ദരമായിട്ടുള്ള നിതംബഭാഗം, ഇതിനോട് തുല്യമായിട്ടുള്ള, അതാണ് ജഘനാഭോഗ സമേഷു. സമം എന്ന് പറഞ്ഞാൽ തുല്യമായിട്ടുള്ള. സൈകതേഷു, സൈകതം മണൽത്തിട്ടകൾ. അപ്പോൾ നദികളെ പറ്റി വർണ്ണിക്കുമ്പോൾ നദികളുടെ മണൽത്തിട്ടകളെ ഒരു സ്ത്രീയുടെ നിതംബഭാഗമായിട്ട് അരക്കെട്ടായിട്ട് വർണ്ണിക്കാറുണ്ട്. കാളിദാസനൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സുകുമാരകവി ഇവിടെ പറയണത്. തരംഗിണികളാകുന്ന സ്ത്രീകളുടെ അരക്കെട്ട് പോലെ തോന്നിച്ചതായ മണൽത്തിട്ടകളിൽ സൈകതേഷു. അവിടെ അരക്കെട്ടിൽ സാധാരണമായിട്ട് നമ്മൾ അണിയണ ആഭരണം എന്ന് പറഞ്ഞാൽ അരഞ്ഞാണമാണ്. അവിടെ അരഞ്ഞാണമായിട്ട് എന്താണ് ഉണ്ടായിരുന്നതെന്ന് പറയാണ്. രശനാഗുണവിഭ്രമം വഹന്ത്യ സാരസപങ്ക്തയ മധുരം വിനേദു. രശനാഗുണവിഭ്രമം വഹന്ത്യ, ആ അരക്കെട്ടിൽ ധരിച്ചിരിക്കുന്നതായ രശനാഗുണം, അരഞ്ഞാണ്, അരഞ്ഞാണാണോ എന്ന് തോന്നും വിധമുള്ളതായ രശനാഗുണ വിഭ്രമം. വിഭ്രമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിലാസം. ആ അരഞ്ഞാണത്തിൻ്റെ വിലാസം വഹിക്കുന്നവയായ രശനാഗുണ വിഭ്രമം വഹന്ത്യ സാരസപങ്ക്തയ. സാരസപക്ഷികളുടെ കൂട്ടം, ഈ കൊക്ക് പോലെയുള്ള വെളുത്ത പക്ഷികൾ. ആ പക്ഷികൾ എപ്പോഴും ഈ വെള്ളമുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവും. അതിങ്ങനെ വരി വരിയായിട്ട് കടലിലൊക്കെ നോക്കിയാലും കാണാം, പുഴയുടെ അവിടെയും നോക്കിയാൽ കാണാമെന്നാണ് കവികൾ പറയണത്. എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൽ ജീവിക്കുന്ന ചെറിയ പ്രാണികളെയും ജീവികളെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ തളിരുകളും ചെറിയ ചെടികളും പായലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇവ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ അവിടെ വെള്ളത്തിലിരിക്കുമ്പോൾ തിരകൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവ ഒക്കെ പിന്നാക്കം വരും. അത് കഴിഞ്ഞ് തിരകൾ പിന്നാക്കം വെള്ളത്തിലേക്ക് തന്നെ കുറഞ്ഞു പോകുമ്പോൾ, അതിൻ്റെ തിരവരവ് കുറഞ്ഞാൽ വീണ്ടും പക്ഷികളൊക്കെ കൂടിയിട്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാളിദാസൻ പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഈ പക്ഷികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കണത് കണ്ടാൽ, അതായത് നടക്കണത്, പറക്കണില്ല, നടക്കണത് കണ്ടാൽ അരഞ്ഞാണിങ്ങനെ അനങ്ങുന്നത് പോലെ ഈ മണൽത്തിട്ടയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ പക്ഷികളെ കാണുമ്പോൾ, ദൂരെ നിന്ന് കാണുമ്പോൾ അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളി ആഭരണം പോലെ, അല്ലെങ്കിൽ വെള്ളി അരഞ്ഞാണ് പോലെ തോന്നിപ്പിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ സുകുമാരകവിയും പറയണത്. രശനാവിഭ്രമം വഹന്ത്യ. രശനയുടെ, രശന എന്ന് പറഞ്ഞാൽ അരഞ്ഞാണാണ്, അരഞ്ഞാണിൻ്റെ സൗന്ദര്യം വഹിക്കുന്നവയായ സാരസപക്ഷികളുടെ കൂട്ടം. സാരസപങ്ക്തയ, അവ എന്ത് ചെയ്തു? മധുരം വിനേദു. നല്ല രസകരമായിട്ട് കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദത്തിൽ അവരുടെ കൂവലുകൾ ഉണ്ടാക്കി, പക്ഷികൾ ശബ്ദിച്ചു എന്നർത്ഥം. ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ളതായ തത്തയുടെ ചിലക്കലൊന്നുമല്ല, ഇതൊരു തരം കൂവലുകളാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു അരഞ്ഞാണ് കിലുങ്ങണത് പോലെ, ഒരു മണിമണിനാദം കേൾക്കണത് പോലെ തോന്നി എന്നാണ് കവി വർണ്ണിക്കുന്നത്.
അതായത് നദി ഒഴുകുന്നു, നദിയുടെ അരക്കെട്ടായിട്ട് മണൽത്തിട്ടയെ കാണുന്നു. മണൽത്തിട്ടയിൽ ഇങ്ങനെ വരി വരിയായിട്ട് ഈ പക്ഷികൾ, സാരസ പക്ഷികൾ, അവ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. ചില സമയത്ത് അതിനെ വലാകങ്ങൾ എന്ന് പറയാറുണ്ട്. കാളിദാസനൊക്കെ വലാക പക്ഷികൾ എന്ന് പറയാറുണ്ട്. ആ പക്ഷികൾ ഇങ്ങനെ കൂട്ടത്തോടെ മേഘം വരുമ്പോഴൊക്കെ ഇങ്ങനെ വരും. അവ ഇങ്ങനെ വെള്ളത്തിൽ ഈ ജാതി അവയുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോവുകയും വെള്ളം വരുമ്പോൾ അവർ തിരിച്ചു കയറി വരികയും ചെയ്യുന്നതായിട്ടുള്ള പ്രക്രിയ. അതോടൊപ്പം തന്നെ അവ ശബ്ദിക്കുന്നുണ്ട്, ചിലയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒച്ച വയ്ക്കുന്നുണ്ട്, കൂവുന്നുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോൾ അരഞ്ഞാൻ കിലുങ്ങുകയാണോ, ഈ നദിയാകുന്ന പെൺകൊടിയുടെ അരഞ്ഞാൻ കിലുക്കമായിട്ട് പക്ഷികളുടെ ശബ്ദം കേൾക്കുകയാണോ എന്ന് കവിക്ക് തോന്നുകയാണ് എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഉപമാലങ്കാരമുണ്ട്, അതുപോലെ നിദർശനാലങ്കാരമുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ചേർച്ചയാണ്, സങ്കരമാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 64-ാമത്തെ ശ്ലോകം നോക്കൂ. സിതസൈഗതമണ്ഡലാസ്തടിന്യോ ഘനചന്ദ്രാതപനിർമ്മലാരജന്യ ധവളാംബുധരാദിശോപ്യഭൂവൻ കലുഷം കാമുകമണ്ഡലസ്യ ചേത. നമുക്കാദ്യം പദച്ഛേദം പറയാം. സിതസൈഗതമണ്ഡലാഃ തടിന്യ ഘനചന്ദ്രാതപനിർമ്മലാ രജന്യ ധവളാംബുധരാ ദിശ അപി അഭൂവൻ കലുഷം കാമുകമണ്ഡലസ്യ ചേത. ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൻ്റെ പോലെ ഏകാവലി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് ഈ പദങ്ങൾ വച്ചിട്ടുള്ള ഒരു കളി നടക്കുന്നുണ്ട്. അതിൻ്റെ ക്രിയാപദത്തിന് ചെറിയ മാറ്റത്തോടു കൂടിയിട്ട് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതും കൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്വയം ഇങ്ങനെയാണ് പറയണത്. തടിന്യ സിതസൈഗതമണ്ഡലാ അഭൂവൻ എന്നുള്ള ക്രിയ തന്നെ. അഭൂവൻ എന്നുള്ളത് എല്ലാത്തിനും കൂടി ചേർത്ത് പറഞ്ഞിരിക്കുന്നതായ ഒരു ക്രിയയാണ്. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. തടിന്യ സിതസൈഗതമണ്ഡലാ. തടിനികൾ, തടിനി എന്ന് പറഞ്ഞാൽ നദിയാണ്. നദികൾ നല്ല വെളുത്ത മണൽത്തിട്ടകളോട് കൂടി ചേർന്നതായി ഭവിച്ചു. അതാണ് സിത സൈഗതമണ്ഡലാ. സിതം വെളുത്തതായ, സൈഗതമണ്ഡലം മണൽത്തിട്ട. പുഴയിലൊക്കെ നല്ല തെളിഞ്ഞ നന്നായി കാണാവുന്ന വെളുത്ത മണൽത്തിട്ടകൾ ഉണ്ടായി. അത് അവസാനമാണ് അതിൻ്റെ ക്രിയാപദം പറയണത്. ഇനി അടുത്തത് രജന്യ. രജനികൾ, രാത്രികളാകട്ടെ ഘനചന്ദ്രാതപനിർമ്മലാഹ. ഘനചന്ദ്രൻ്റെ ആതപം. ആതപം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചന്ദ്രൻ്റെ കൂടെ പറയാറില്ല, സൂര്യൻ്റെ കൂടെയാണ്, വെയിലിനെയാണ് പറയാറുള്ളത്. പക്ഷേ പൂർണ്ണചന്ദ്രൻ്റെ നിലാവിനെ ഇവിടെ കവി ആതപം എന്ന് വർണ്ണിച്ചിരിക്കുകയാണ്. അതാണ് ഘനചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞത്. നല്ല പൂർണ്ണചന്ദ്രൻ, നിബിഡ ജ്യോത്സ്ന, അതായത് ഒട്ടും ദാരിദ്ര്യമില്ലാതെ എല്ലാ ദിക്കിലും വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള നിലാവ്. അതിനെയാണ് ഇവിടെ ഘനചന്ദ്രാതപം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ശുദ്ധമായിരിക്കുന്നതായ രാത്രി സമയങ്ങൾ. രജന്യ ഘനചന്ദ്ര ആതപ നിർമ്മലാഹ. അപ്പോൾ നിലാവ് വന്നു വീഴുമ്പോൾ ഒരു വെളുത്ത നിറം എല്ലായിടത്തും വരണതായിട്ടും ഒരു ശുദ്ധി വരണതായിട്ടും തോന്നും. അതുതന്നെയാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഇനി ദിക്കുകളെ പറ്റിയിട്ട് പറയാണ്. ദിശഃ അപി. ദിക്കുകളാകട്ടെ ധവളാംബുധരാഹ അഭൂവൻ. ധവളാംബുധരങ്ങളായി തീർന്നു. ധവളം എന്ന് പറഞ്ഞാൽ വെളുത്തത്, അംബുധരങ്ങൾ. അംബുധരങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും കാർമേഘങ്ങളെയാണ് പറയുക. എങ്കിലും ഇവിടെ മേഘങ്ങൾ വെറുതെ തെളിഞ്ഞു കാണുന്ന വെള്ള നിറത്തിലുള്ള മേഘങ്ങൾ എന്നുള്ള അർത്ഥം എടുത്താൽ മതി. അപ്പോൾ ദിക്കുകളിലൊക്കെ തന്നെ നല്ല വെള്ള നിറത്തിലുള്ള മേഘങ്ങളും വന്നു നിരന്നു. അപ്പോൾ എല്ലാ ദിക്കിലും നല്ല വെളുപ്പാണ് ഉണ്ടായത്. അഭൂവൻ എന്നുള്ള ക്രിയ ഇതിനോടൊക്കെ കൂട്ടിച്ചേർത്തും പറയാൻ പറ്റും, ഒറ്റയ്ക്കൊറ്റയ്ക്കും വേണമെങ്കിൽ പറയാൻ പറ്റും. ഓരോന്നിൻ്റെ കൂടെയും ഇങ്ങനെ പറയാം. തടിന്യ സിതസൈഗതമണ്ഡല അഭൂവൻ. രജന്യ ഘനചന്ദ്രാതപ നിർമ്മല അഭൂവൻ. ഇനി ദിശ ധവളാംബുധരാ അഭി അഭൂവൻ. ഇങ്ങനെ ഓരോന്നിനും ഓരോരോ മാറ്റങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ ആർക്കാണ് പിന്നൊരു മാറ്റം ഉണ്ടായത്? കാമുകമണ്ഡലസ്യ ചേത കലുഷം അഭൂത്. അവിടെ ഏകവചന ക്രിയ തന്നെ പ്രയോഗിക്കണം. അതെന്തുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ കാമുക മണ്ഡലത്തിൻ്റെ മനസ്സ് എന്നേ പറഞ്ഞുള്ളൂ. മണ്ഡലം എന്നുള്ളത് ബഹുവചനാണെങ്കിലും അത് ഒറ്റ പദം കൊണ്ട് ബഹുവചനത്തിൻ്റെ തോന്നലുണ്ടാക്കുന്ന വാക്കാണ്. ജാതാവ് ഏകവചനം എന്നുള്ള ന്യായം കൊണ്ട്
ഏകവചനത്തിലാണ് പറയണതെങ്കിലും അത് ബഹുവചനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ കാമുക മണ്ഡലങ്ങളുടെ മനസ്സൊക്കെ തന്നെ, ചേതസ്സൊക്കെ തന്നെ കലുഷമായി ആകുലമായി തീർന്നു. അഭൂത് എന്നവിടെ ചേർത്ത് പറയാം. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ പറഞ്ഞതെന്നാണെങ്കിൽ, രാത്രികളൊക്കെ പുഴകളൊക്കെ നിറയെ വെള്ള മണൽത്തിട്ടകളോട് കൂടിയതായി തീർന്നു. അതുപോലെ രാത്രികളിലൊക്കെ നല്ല നിലാവുണ്ടായി. അതുകൊണ്ട് തന്നെ ദിക്കുകളൊക്കെ വെള്ളപ്പട്ട് വസ്ത്രം ധരിച്ചതുപോലെയായി. എന്നിട്ട് പറയാണ് കാമുകന്മാരുടെ മനസ്സ് ആകുലമായി എന്ന്. ശരിക്കും പറയുക വെച്ചാൽ ഈ പറഞ്ഞത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് തോന്നും. പക്ഷേ ശരത്ത് എന്ന് പറഞ്ഞ ഋതുവിൻ്റെ, ശരത്കാലത്തിൻ്റെ വരവുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നുള്ളത് കൊണ്ട് ഇതൊക്കെ കാരണങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ കാര്യം, അതുകൊണ്ടൊക്കെ ഈ പറഞ്ഞതായ പുഴയുടെയും കാടിൻ്റെയും അതല്ലെങ്കിൽ രാത്രിയുടെയും ദിക്കുകളുടെയും ഒക്കെ മാറ്റം കൊണ്ട് ഈ കാമുകന്മാരുടെ മനസ്സാകെ വിഭ്രമം പൂണ്ടതായി തീർന്നു, അല്ലെങ്കിൽ ആകുലത പൂണ്ടതായി തീർന്നു എന്ന് പറയുമ്പോൾ അവിടെ വൈരുദ്ധ്യം വരണതായിട്ട്, കാരണം ഇല്ലാതെ തന്നെ കാമുകന്മാരുടെ ചേതസ്സിൽ കാര്യമുണ്ടായതായിട്ട് വർണ്ണിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ആകുലത വന്നത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതായിട്ടുള്ള വരികളിൽ നിന്നൊക്കെ ഇതൊക്കെ ശരത്കാലത്ത് സംഭവിക്കുന്നതാണ് എന്നും ശരത്കാലം വന്നതുകൊണ്ടാണ് കാമുകന്മാരുടെ മനസ്സിൽ ആകുലത വന്നത് എന്നും കൂട്ടി വായിക്കാൻ പറ്റും. അപ്പോൾ വ്യംഗ്യമായിട്ട് വിഭാവനാലങ്കാരം കൂടി വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തം ആയിട്ട് മനസ്സിലാക്കാം. വിഭാവന എന്ന് പറയുന്നത് കാരണങ്ങളൊന്നുമില്ലാതെ കാര്യമുണ്ടാവുന്ന അവസ്ഥയാണ്. ഈ കാമുകന്മാരുടെ മനസ്സിൽ കാലുഷ്യം അല്ലെങ്കിൽ കലുഷത ഉണ്ടായതിന് കാരണം പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല, അത് വ്യംഗ്യമായിട്ടാണ് കിടക്കുന്നത് എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തരുണീ സദൃശാം തരംഗിണീനാം ജഘനാഭോഗസമേഷു സൈകതേഷു രശനാഗുണവിഭ്രമം വഹന്ത്യോ മധുരം സാരസപങ്ക്തയോ വിനേദു സിതസൈകതമണ്ഡലാസ്തടിന്യോ ഘനചന്ദ്രാതപനിർമ്മലാരജന്യ ധവളാംബുധരാ ദിശോപ്യഭൂവൻ കലുഷം കാമുകമണ്ഡലസ്യ ചേത. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.